അതുകൊണ്ട് ജീവനക്കാർ മനസ്സിലാക്കുക, ഇതിനോട് സഹകരിക്കുക, വെറുതെ യാത്രക്കാരെ ശത്രുവാക്കരുത്. വളരെ നല്ല നിലയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് KSRTC സ്വീകരിച്ചിരിക്കുന്നത്. KSRTC കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ്. അതിനിടയിൽ ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാക്കരുത്. സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം അടക്കമുള്ള വണ്ടികൾ മിന്നൽ ഒഴിച്ചുള്ള എല്ലാ സർവീസും പറയുന്ന സ്ഥലത്ത് രാത്രിയാണ്. AC വണ്ടിയാണെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ, കുട്ടികളുമായി പോകുന്നവരാവശ്യപ്പെട്ടാൽ, ഒരു പുരുഷൻ ഒരു കുട്ടിയായിട്ട് പോവുകയാണ്, ആവശ്യപ്പെട്ടാൽ നിർത്തി കൊടുക്കണം, ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ പ്രായമായ സ്ത്രീകളെ പോലും, ഏതാണ്ട് 60-65 വയസ്സ് കഴിഞ്ഞ പ്രായമായ സഹോദരിമാരെ പോലും നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് ഇറക്കാതെ തെരുവ് നായ്ക്കളുടെ ശല്യമുള്ള സ്ഥലത്ത് ഇറക്കി വിട്ടു. അവർ വളരെ പ്രയാസപ്പെട്ട് തെരുവ് നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി വീട്ടിലെത്തേണ്ട ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് എനിക്ക് കിട്ടിയ പരാതി. അതൊക്കെ മര്യാദയല്ല. കുറച്ചുകൂടി സ്നേഹമാകാം. ഭൂരിപക്ഷം വരുന്ന 99% വരുന്ന ജീവനക്കാരും സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ 1% ആളുകൾ ദയവ് ഇത് കുഴപ്പമുണ്ടാക്കരുത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ആര് ശുപാർശ ചെയ്താലും ഉണ്ടാവില്ല. കാരണം സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും മുതിർന്ന പൗരന്മാരോടും വളരെ സ്നേഹത്തോടെയും മാന്യതയോടെയും പെരുമാറണം. പ്രത്യേകിച്ച് അംഗപരിമിതരോടും. ഈ കുട്ടികളെ സംബന്ധിച്ച്, ഞാൻ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം അംഗപരിമിതർക്കും ബാധകമാണ്. അംഗപരിമിതരായ ആളുകൾ രാത്രി കാലങ്ങളിൽ അവരെ ഇറങ്ങാൻ പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടണം. ലൈറ്റ്നിങ് ബസ്സിൽ വേണ്ട, മിന്നൽ ബസ്സിൽ വേണ്ട, ബാക്കി എല്ലാ ബസ്സുകളിലും അത് ചെയ്യണം. അത് നമ്മുടെ കടമയാണ്. അവരോട് അന്തസ്സായി പെരുമാറേണ്ടത് ഓരോ ജീവനക്കാരൻ്റെയും കടമയാണ്. മാനേജ്മെൻറ്റും മന്ത്രിയും എല്ലാവരും ആ കടമയുടെ ഭാഗമാണ്. നമ്മളത് നിർവഹിക്കണം. സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന് പറയുന്നത് സാധാരണയായി എല്ലായിടത്തും നിർത്തുന്ന ഒരു ബസ്സല്ല. ആ ബസ് സ്റ്റോപ്പ് കുറച്ചിരിക്കുകയാണ്. ആ സ്റ്റോപ്പ് കുറഞ്ഞുകൊണ്ട് യാത്രക്കാർക്ക് സമയത്തെത്താം. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് KSRTC, അതായത് സുരക്ഷിതമായ യാത്ര. കൃത്യസമയത്ത് യാത്ര തുടങ്ങുക, കൃത്യസമയത്ത് എത്തിക്കുക, എത്രയും വേഗം എത്തേണ്ട യാത്രക്കാരെ എത്തേണ്ട സ്ഥലങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.